പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനും ആകും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനത്തെ ശ്രവിക്കുവാൻ, ചിന്തിക്കുവാൻ, ധ്യാനിപ്പാൻ ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം വായിക്കുമ്പോഴൊക്കെ എനിക്കൊരു അനുഭവം ഓർമ്മ വരും. ഒരു ഭവനത്തിൽ വിശേഷാൽ പ്രാർത്ഥന, ഒരു വിഷയത്തെ സംബന്ധിച്ചൊരു പ്രത്യേക പ്രാർത്ഥന നടക്കുമ്പോൾ ആ ഭവനത്തിൽ ഞാനും സന്നിഹിതനായിരുന്നു. ഒരു ദൈവദാസൻ അവിടെ പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥിച്ചപ്പോൾ ധാരാളം ജനങ്ങൾ അവിടെ കൂടിയിട്ടുണ്ട്. പലരും ആ പ്രാർത്ഥനയോട് അത്ര വലിയ ആദരവില്ലാതെ കണ്ണു തുറന്നിരിക്കുന്ന, അലസരായിരിക്കുന്നത് ഞാൻ കണ്ടു. അതിനുശേഷം വേറൊരു ദൈവദാസനും ഒരു വൈദികനും പ്രാർത്ഥിച്ചു. അപ്പോൾ ആദ്യം കണ്ണടച്ചിരുന്നവരൊക്കെ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ കണ്ണ് തുറന്നു, അലസരായിരിക്കുന്നു. ഒരു വൈദികൻ പ്രാർത്ഥിച്ചപ്പോൾ പലർക്കും ബഹുമാനം ഉള്ളവരും ഉള്ളവരിൽ ഇല്ലാത്തവരും ആയിട്ടുള്ള പല വിഭാഗീയത ആ പ്രാർത്ഥനയിൽ നിഴലിക്കുന്നത് ഞാൻ കണ്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സുവിശേഷം ജനങ്ങളിലെത്തുമ്പോൾ മനുഷ്യൻ വിശാല ഹൃദയസ്ഥരായിത്തീരുന്നു. അവർ വിശാല സ്ഥലത്തേക്ക് വരുന്നു. നോക്കൂ, കർത്താവ് പറഞ്ഞതായ ഒരു വാക്യം നമ്മൾ വായിച്ചതായ അതേ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിനാണ് കർത്താവ് ആടുകളെ വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നത്? അവർ ഒരു തൊഴുത്തിൽ ഇരിക്കുന്നവരാണ്, ആടുകൾ ആ തൊഴുത്തിൽ കാക്കപ്പെടുന്നവരാണ്. എന്നാൽ ചിലരെ ദൈവം പേർ ചൊല്ലി വിളിച്ച് അവയെ തൊഴുത്തുകളിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു. അതിനുശേഷമാണ് അതിൻ്റെ കാരണം കർത്താവ് 16-ാം വാക്യത്തിൽ പറയുന്നത്, ഈ തൊഴുത്തിൽ പെടാത്ത പല ആടുകളും എനിക്കുണ്ട്, ഞാൻ അവയെയും നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ഒരു ഇടയനും ഒരു വാക്കും ഒരു കൂട്ടവുമായിത്തീരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തൊഴുത്തുകളെക്കുറിച്ചുള്ളതായ ഒരു ദർശനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് തൊഴുത്തുകളല്ല പ്രധാനം, ഇടയനാണ് വലുത്, അവൻ്റെ ശബ്ദമാണ് വലുതെന്നുള്ളതായ ഒരു ദർശനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, അപ്പോൾ മാത്രമാണ് നമ്മൾ വിശാലതയുടെ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ വിശാലതയിലേക്ക് വരുന്നത്. ഇടയൻ്റെ ശബ്ദം ഒരു തൊഴുത്തിൽ മാത്രം പ്രതിധ്വനിക്കുന്ന വാക്കുകളല്ല, അവയെല്ലാം മനുഷ്യനിർമ്മിതമായ ചട്ടക്കൂടുകളാണ്. എന്നാൽ ഇടയൻ്റെ ശബ്ദം എല്ലാ തൊഴുത്തുകളിലും തനിക്കുള്ളവർ കേൾക്കത്തക്കവണ്ണമുള്ളതായ ഒരു വലിയ ശബ്ദമാണ്. ആ ഇടയനെക്കുറിച്ചുള്ള ഒരു ദർശനം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, ആ ഇടയനെക്കുറിച്ചുള്ള ഒരു അറിവ് ലഭിക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവിനുള്ളവർ നാം ആയിത്തീരുന്നില്ല. അതുവരെയും നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് വരുന്നില്ല, കർത്താവ് നമ്മെ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ പത്രോസിൻ്റെ അനുഭവത്തിൽ കൂടെ പത്രോസ് എഴുതുമ്പോൾ പത്രോസ് പറയുകയാണ്, 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, നോഹ പണ്ട് പെട്ടകം പണിതുകൊണ്ടിരുന്നപ്പോൾ അനുസരിക്കാത്തവരായി തടവിലുണ്ടായിരുന്നതായ ആത്മാക്കളോട് ക്രിസ്തു അല്ലെങ്കിൽ യേശു ആത്മാവിൽ ചെന്ന് ചിലരോട് സുവിശേഷം അറിയിച്ചു. എന്ന് പറഞ്ഞാൽ അനുസരിക്കാത്ത ചിലരിലും ദൈവമക്കളുണ്ട്. അവരെ സുവിശേഷം കേൾപ്പിക്കുമ്പോൾ, രക്ഷയുടെ വാക്കുകൾ കേൾപ്പിക്കുമ്പോൾ അനുസരിക്കാത്ത ചില ആത്മാക്കൾ ഇടയൻ്റെ വാക്ക് കേട്ട് ഇടയനെ തിരിച്ചറിയുന്നു. അതാണ് സുവിശേഷം. ഒരിക്കൽ കർത്താവ് ഈ സുവിശേഷത്തെ പ്രസംഗിച്ചില്ലായിരുന്നുവെങ്കിൽ എഫെസോസിലും തെസ്സലോനിക്കയിലും കൊലോസിയിലും ഫിലിപ്പിയിലും റോമിലും ഇന്ത്യയുടെ പല ഭാഗത്തും നമ്മുടെ കേരളത്തിൽ പോലും സുവിശേഷം വരികയില്ലായിരുന്നു. നമ്മൾക്കും ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ അറിവ് ലഭിക്കുകയില്ലായിരുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകൾ എനിക്കുണ്ട് എന്നുള്ളതായ സുവിശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ സ്ഥാപിച്ചപ്പോഴാണ് ആ സുവിശേഷവുമായി ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ അത് സൗജന്യമായി വിതയ്ക്കപ്പെടുവാൻ ആ സുവിശേഷം എത്തിച്ചേർന്നത്. അന്ധകാരത്തിലും അടിമത്തരത്തിലും അനുസരണക്കേടിലും ഇരുന്നതായ അനേകർ സത്യ വെളിച്ചം കണ്ട് തൊഴുത്തുകൾക്ക് വെളിയിലേക്ക് വന്നു. എന്നാൽ പലപ്പോഴും നാം കേൾക്കുന്നതായ ഉപദേശവും നമ്മുടെ രക്ഷയും നമ്മുടെ ചിന്തയും നമ്മുടെ ആദർശവും നമ്മുടെ വിശ്വാസവും വീണ്ടും നമ്മൾ വിട്ട തൊഴുത്തുകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതായ വെറും
അതിനെ നമ്മെ സ്വാധീനപ്പെടുത്തുന്നതായ ചില ദുരശക്തികളായി അതിൽ നമ്മൾ വ്യാപിക്കുമ്പോൾ നമ്മളിൽ നിന്നും വിശാലത നഷ്ടപ്പെട്ടു പോകുന്നു. നോക്കൂ, ദാവീദ് അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്ന് സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനു മുൻപ് വിശാലതയിൽ വരുന്നതിന് മുൻപ് അവൻ ഇടുങ്ങിയിടത്തായിരുന്നു അവൻ്റെ ജീവിതം. യഹൂദനിൽ മാത്രം രക്ഷ കണ്ടവൻ, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ മാത്രം രക്ഷയും വിടുതലും കണ്ടതായ ദാവീദ് സകല ഭൂസീമാവാസികളും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ശബ്ദം കേട്ട് നിലവിളിക്കുന്നവർക്ക് ദൈവം അകന്നു നിൽക്കുന്നില്ലെന്നായ ഒരു ദർശനത്തിലേക്ക് ദാവീദ് വന്നപ്പോൾ അപ്പോഴാണ് അവൻ മനസ്സിലായത്, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ വിശാലത നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ തൊഴുത്തുകളുടെ ഇടുങ്ങിയ ചിന്താഗതി, തൊഴുത്തുകളെക്കുറിച്ചുള്ളതായ പ്രശംസ, നമ്മളായിരിക്കുന്ന തൊഴുത്തുകളിൽ വിളമ്പുന്ന ആഹാരത്തെക്കുറിച്ച് മാത്രം നമ്മൾ പുകഴ്ത്തുന്നവരും പാടുന്നവരും സ്തുതിക്കുന്നവരുമാകുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്ത അടിമത്തരത്തിൽ, അനുസരണക്കേടിന് അടിമകളായി നാം മാറ്റപ്പെടുന്നു. നമുക്ക് പുറത്തോ നമ്മുടെ ചിന്തയ്ക്കങ്ങേപ്പുറത്ത് ഒരു പെട്ടകം പണിയുന്നു. ആ പെട്ടകത്തിനുള്ളിൽ കയറുവാനുള്ളതായ ഒരു ദർശനം നമുക്ക് ലഭിക്കാതെ അനുസരണത്തിൻ്റെ ബുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടു പോയി നാം തൊഴുത്തുകളുടെ സുവിശേഷത്തിലേക്ക് മാറിപ്പോകും. അങ്ങനെ മാറുമ്പോൾ പല ഭവനങ്ങളും തൊഴുത്തുകളുടെ ബന്ധനത്തിലാകും. ആ ബന്ധനത്തിൽ നിന്ന് വിടുതലാകുവാൻ കർത്താവ് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇൻ അഡ്വാൻസ് വളരെ കാലം കർത്താവിൻ്റെ ആ ശുശ്രൂഷ സമയത്ത് തന്നെ കർത്താവ് ഈ സുവിശേഷം ആധികാരികമായി സ്ഥാപിച്ചത്. ഈ തൊഴുത്തിൽ പെടാത്ത ആടുകളും എനിക്കുണ്ട്, ഞാൻ അവയെ നടത്തേണ്ടതാകുന്നു, അവ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഒരു ഇടയനും ഒരു ആടിൻ കൂട്ടവുമാകുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇടയൻ്റെ ശബ്ദം കേട്ട്, അല്ലെങ്കിൽ തൊഴുത്തുകളെക്കുറിച്ചുള്ളതായ സുവിശേഷമല്ല, ഇടയൻ്റെ ശബ്ദത്വമാണ് വലുത്. ആ രക്ഷയാണ് വലുത്. അതെന്നെ സ്വതന്ത്രനാക്കുന്നു, അതെന്നെ വിശാലമുള്ളവനാക്കുന്നു, അതെൻ്റെ ഭവനത്തിൽ വിശാലത സൃഷ്ടിക്കുന്നു എന്നുള്ളതായ ഒരു സുവിശേഷം, ഒരു ഉപദേശം നിന്റെ ജീവിതത്തിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെയാണ് വിടുതൽ ആരംഭിക്കുക. അവിടെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നത്. തീർച്ചയായിട്ടും നീ ഒരു തൊഴുത്തിലായിരിക്കുമ്പോൾ ആ തൊഴുത്തിൽ പല വിശേഷമായ ആഹാരങ്ങളും പല വൈക്കോലുകളും അവിടെ കൊണ്ടുവന്ന് വിളമ്പിയേക്കാം. അതെല്ലാം ശരിയാണെങ്കിലും അതൊന്നും കർത്താവിൻ്റെ സുവിശേഷമല്ല. കർത്താവിൻ്റെ സുവിശേഷമോ ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകളെ കുറിച്ചുള്ളതായ ഒരു അംഗീകാരം, ഒരു ബഹുമാനം, ഒരു അവരോടുള്ളതായ ഒരു സ്നേഹം. ആ സ്നേഹത്തിൻ്റെ സുവിശേഷം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ ആ സുവിശേഷം നമ്മുടെ ഭവനത്തിൽ ആരംഭിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആരംഭിക്കുന്നു, നമ്മുടെ ദൃഷ്ടികളിൽ ആരംഭിക്കുന്നു, നമ്മുടെ കാഴ്ചപ്പാടിൽ ആരംഭിക്കുന്നു, നമ്മുടെ തൊഴിൽ ആരംഭിക്കുന്നു. നാം ഇടപെടുന്നിടത്തൊക്കെയും ആ സുവിശേഷം വ്യാപിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അവൻ നമ്മെ ആ തൊഴുത്തുകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ പേർ ചൊല്ലി വിളിക്കുന്നു. അവ എൻ്റെ വാക്ക് കേട്ടുകൊണ്ട് തൊഴുത്തിന് പുറത്തേക്ക് ഞാൻ അവയെ കൊണ്ടുവരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ തൊഴുത്തിൽ പെടാത്ത ആടുകൾ എനിക്കുണ്ട് എന്നുള്ളതായ ഒരു ദർശനം നമ്മുടെ ഭവനത്തിൽ ആരംഭിക്കുമ്പോൾ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ നിന്ന് തുടങ്ങുന്നു. സ്നേഹത്തിൻ്റെ സുവിശേഷം നാം നോക്കുമ്പോൾ പലരും അനുസരണം കെട്ടവരും, പലരും നന്ദിയില്ലാത്തവരും, പലതും ക്രൂശിന് ശത്രുക്കളുമായിട്ടുള്ള പലരെയും നമ്മൾ കണ്ടേക്കാം. പക്ഷെങ്കിൽ അവിടെയൊക്കെയും നാം അറിയാതെ ഒരുവൻ ആത്മാവിൽ ചെന്ന് സുവിശേഷം പറയുന്നുണ്ടാകും. ചില വ്യക്തികളോട്, ചില അനുസരണം കെട്ടവരോട്, ചില അടിമത്തത്തിൽ ഇരിക്കുന്നവരോട്, ചില ക്രൂരന്മാരോട് ദൈവം നാം അറിയാതെ സുവിശേഷം പറയുന്നുണ്ട്. നാം അറിയാതെ അവിടേക്ക് സുവിശേഷം പ്രസംഗിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി അവൻ ബന്ധനത്തിലിരുന്നവരെ, അല്ലെങ്കിൽ ആ ബന്ധനത്തിലായിരുന്നതായ അടിമത്തത്തിലിരുന്നതായ പലരെയും അവൻ കൈപിടിച്ചുയർത്തി അവരെ ഉയരത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി. അവൻ ഭൂമിയുടെ അടിയിലേക്കെന്നല്ല, അധോഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിറങ്ങി, താഴേക്കിട്ടയിലേക്ക് ഇറങ്ങി ചില ബന്ധിതരെ അവൻ പിടിച്ചുയർത്തി, ബദ്ധന്മാരെ ഉയരത്തിൽ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ആ ഉയരത്തിൽ കൊണ്ടുവന്ന് പ്രഘോഷിപ്പിക്കുന്നതായ സുവിശേഷം നമ്മുടെ ഭവനത്തിൽ തുടങ്ങുവാൻ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തുടങ്ങുവാൻ, അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീരും. പോകുന്നിടത്തൊക്കെയും അനുഗ്രഹം, അവർ ചെയ്യുന്നതൊക്കെ അനുഗ്രഹം. കാരണം അവർ തൊഴുത്തുകളിൽ നിന്ന് പുറത്തു വരുന്നു. തൊഴുത്തുകളിൽ ബന്ധിക്കപ്പെടാത്ത ജീവിതം, മനോഹര ജീവിതം, ഭാഗ്യമേറിയ ജീവിതം, അതിന് പങ്കാളികളായി ദൈവം നമ്മെ മാറ്റട്ടെ. ഗോഡ് ബ്ലെസ് യു.